ഇടുക്കി മലങ്കര ഡാമിലേക്ക് ഒഴുകുന്ന വടക്കേയാറിൽ ലിറ്റർ കണക്കിന് രാസമാലിന്യം കലർന്നു. രാവിലെ 7 മണി മുതൽ ഡാമിലേക്ക് രാസമാലിന്യം ഒഴുകി വരുന്നതായി നാട്ടുകാരാണ് കണ്ടെത്തിയത്. സമീപത്തെ പ്ലൈവുഡ് ഫാക്ടറികളിൽ നിന്നാണ് രാസമാലിന്യം ഒഴുകിയെത്തുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു. പ്രദേശത്ത് വിവിധ പമ്പിംഗ് സ്റ്റേഷനുകളും സർക്കാരിന്റെ കുപ്പിവെള്ള പദ്ധതിയും വെള്ളത്തിനായി ആശ്രയിക്കുന്നത് മലങ്കര ജലാശയത്തെയാണ്. പോലീസും പഞ്ചായത്ത് അധികൃതരും സ്ഥലത്തെത്തി. കുടയത്തൂർ, മുട്ടം, ആലക്കോട്, വെള്ളിയാമറ്റം തുടങ്ങിയ പഞ്ചായത്തുകളും മൂവാറ്റുപുഴ ഇറിഗേഷൻ വാലി പദ്ധതിയുടെ ഭാഗമായി നിരവധി കുടുംബങ്ങൾ കുടിവെള്ളത്തിനായി ഉപയോഗിക്കുന്ന ജലസ്രോതസ്സിലാണ് രാസമാലിന്യം കലർന്നത്. ജലം മലിനമാക്കിയവർക്കെതിരെ കർശന നിയമ നടപടി ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഓയിൽ കലങ്ങി വരുന്നത് നല്ല കട്ടിയിൽ വെള്ളത്തിലൂടെ കലങ്ങി വരികയായിരുന്നു. ഞങ്ങൾ രാവിലെ കാണുമ്പോൾ നല്ലൊരു മണമുണ്ടായിരുന്നു ഓയിലിൻ്റെ. അങ്ങനെ ആൾക്കാർ ഇങ്ങനെ പോലീസ് വിവരം അറിയിച്ചു. പോലീസുകാർ വന്നു. അവർ നോക്കി അവർ ഇത് എവിടുന്നാന്ന് അറിയാൻ വേണ്ടി അവർ കരോട്ട് ഭാഗത്തേക്ക് പോയിട്ടുണ്ട്. ഒത്തിരി ആൾക്കാർ കുടിക്കുന്ന വെള്ളമൊക്കെ വെച്ചാൽ ആൾക്കാർക്ക് ചൊറിച്ചിലും അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് വെള്ളത്തിൽ കുളിക്കുമ്പോഴേ. കുടയത്തൂർ പഞ്ചായത്തുണ്ട്, ആലക്കോട് പഞ്ചായത്തുണ്ട്, ഇടവട്ടി പഞ്ചായത്തുണ്ട്, കുടുംബന്നൂർ പഞ്ചായത്ത്. ഇതൊക്കെ വെള്ളം ഇങ്ങോട്ട് ജപ്പാൻ കുടിവെള്ളത്തിൽ വെള്ളം ഇവിടുന്ന് എല്ലാം അടിച്ചു കൊടുക്കുന്നത്. പിന്നെ ഹില്ലു വെക്കുക വെള്ളം എടുക്കുന്നത് താഴെ നിന്നാണ്, ഈ ഡാമിൽ നിന്ന് തന്നെയാണ്. അങ്ങനെ ഒത്തിരി പദ്ധതികളുണ്ട് ഇതിനകത്ത്. ഇത് മൂവാറ്റുപുഴ ആലിലേക്ക് എന്ന് ചേരുവാണ്. തൊടുപുഴ മൂവാറ്റുപുഴ ആലിലേക്ക് എന്ന് ചേരുവാണ്. തമിഴ്നാട് മുഖ്യമന്ത്രിയും നടനുമായ വിജയിൽ നിന്നും വിവാഹമോചനം വേണ്ടെന്ന് ഭാര്യ സംഗീത. വിജയിൽ നിന്നും വിവാഹമോചനം ആവശ്യപ്പെട്ടുള്ള ഹർജി പിൻവലിച്ചതായി സംഗീത ചെങ്കൽപ്പെട്ട് കുടുംബ കോടതിയെ അറിയിച്ചു. ഹർജി കോടതി തീർപ്പാക്കി. വിജയ് മുഖ്യമന്ത്രി ആയതോടെയാണ് വിഷയം പൊതുശ്രദ്ധയിലേക്ക് വീണ്ടും വന്നത്. വിജയുടെ മാതാവ് പ്രശ്നത്തിൽ ഇടപെട്ടതായും വാർത്തയുണ്ടായിരുന്നു. ഹർജി പിൻവലിച്ചതിന്റെ കാരണം സംഗീത വ്യക്തമാക്കിയിട്ടില്ല. ലണ്ടനിലുള്ള സംഗീത വീഡിയോ കോൺഫറൻസിംഗിലൂടെയാണ് കോടതിയിൽ ഹാജരായത്. ആരാധികയായിരുന്ന സംഗീതയെ വിജയ് 1999 മതാചാര പ്രകാരം വിവാഹം ചെയ്തത്. ദമ്പതികൾക്ക് 2 മക്കളാണുള്ളത്.